സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അവർ കൂട്ടായ്മ ആചരിച്ചു പോന്നു. പ്രവൃത്തി 2-42 വാക്യം. ആദിമസഭയിൽ ജനങ്ങൾക്ക് ഒന്നിച്ചുകൂടുവാനുള്ള നിർണായകമായ ആവശ്യം ആഗ്രഹവും തോന്നി. യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും വഴി സാധ്യമായതും തങ്ങൾ പുതുതായി കണ്ടെത്തിയമായ വിശ്വാസത്തെക്കുറിച്ച് അവർ ആവശ്യപ്പെടുത്തായി തീർന്നു. എന്നാൽ അവൻ ശാരീരികമായി അവരോടൊപ്പം ഇല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർക്ക് പരസ്പരം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അവർ അപ്പോസ്തലന്മാർ പഠിപ്പിക്കലുകൾക്കും കൂട്ടായ്മകൾക്കുമായി ഒരുമിച്ച് കൂടി. പ്രവൃത്തി 2:42. അവർ ആരാധനയ്ക്കും ഭക്ഷണത്തിനുമായി വീടുകളിൽ ഒത്തുകൂടി. മറ്റുള്ളവർ ആവശ്യങ്ങളൊക്കെ കരുതി. അപ്പോസ്തല പ്രവൃത്തികൾ സഭയെ വിവരിച്ചത് ഇങ്ങനെയാണ്. വിശ്വാസികളുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സുള്ളവരായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ദൈവത്തെ നിരന്തരം സ്തുതിക്കുകയും പ്രാർത്ഥന സഭയുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്മുടെ വളർച്ചയ്ക്കും പിന്തുണയ്ക്കും സമൂഹം അത്യന്താപേക്ഷമാണ്. ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കരുത്. നിങ്ങൾ ബുദ്ധിമുട്ടുകളും സന്തോഷവും മറ്റുള്ളവരുമായി പങ്കിടുകയും ഒരുമിച്ച് അവനോട് അടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ സാമൂഹിക ബോധം വികസിപ്പിക്കും. സഹവിശ്വാസികളോടൊപ്പം സമയം ചെലവഴിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രതിജ്ഞാബദ്ധരാകാം? എവിടെ എപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേക്കായി പൂർണ്ണമായ ജീവൻ നയിപ്പാൻ എന്നെ സഹായിക്കാൻ എനിക്ക് അങ്ങയുടെ ജനവും വേണം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നയിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.